ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവിജാസി ബൈ കാവ്യ. തമിഴ്നാട് പോയി ചെയ്ത ഒരു വർക്കാണ് കേട്ടോ ഇത്. തമിഴ്നാട്ടിൽ ദിണ്ടിഗലിലായിരുന്നു പ്രോപ്പറായിട്ടുള്ള സ്ഥലം വരുന്നത്. ബ്രൈഡിൻ്റെ പേര് കീർത്തി എന്നാണ്. അപ്പോൾ ആൾക്കൊരു നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഫേസ് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. പിന്നെ അതുമല്ല കുറച്ച് ഡ്രൈ ഫേസും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സ്കിൻ ടൈപ്പിന് പറ്റിയ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐയുടെ സർക്കിളൊക്കെ അത്യാവശ്യം നല്ല ഡാർക്ക് ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ഞാൻ ടാർട്ടിൻ്റെ കൺസീലർ വെച്ചിട്ടാണ് അത് നന്നായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ആളുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്തിട്ടുള്ളത് ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ടാണ്. പിന്നെ ആളുടെ കറക്റ്റ് സ്കിൻ ടോണിലാണ് നമ്മളിന്ന് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആളുടെ നെക്കിലെ ഒരു ഷെയ്ഡാണ് ഞാൻ ഫേസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വ്യത്യാസം തോന്നാത്ത രീതിയിൽ ഒരു കറക്റ്റ് ടോണിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഐബ്രോസിൻ്റെ കാര്യം എടുത്ത ആൾക്ക് അത്യാവശ്യം നല്ല ഐബ്രോസ് ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് ഫില്ല് ചെയ്ത് കുറച്ച് ഡാർക്കൺ ചെയ്ത് അതൊന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഐ മേക്കപ്പ് ആണെങ്കിൽ നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് ബേസ് കൊടുത്തിട്ട് സാരിക്ക് മാച്ച് ആയിട്ടുള്ള രീതിയിലൊരു ഷെയ്ഡിൽ ഷിമ്മറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ജെൽ ഐലൈനറാണ് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫേക്ക് ലാഷസും കാര്യങ്ങളൊക്കെ വെച്ച് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കോണ്ടോറിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ ഫീച്ചേഴ്സൊക്കെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്ത് നമ്മൾ കോണ്ടോറിങ് ചെയ്തു. പിന്നെ ബ്ലഷ് ആണെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് പോവാതെ ഒരു നാച്ചുറൽ ടോണിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഹൈലൈറ്റർ കൊടുത്തിട്ടുണ്ട്. മാക്കിൻ്റെ പൗഡർ ഹൈലൈറ്റിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ആളുടെ ലിപ്പൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ പ്രിഫറൻസിൽ ഒരു ഡാർക്ക് കളറ് ലിപ് ഷെയ്ഡ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാക്കിൻ്റെ പിന്നെ വേറെ ഒരു ലിപ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾ നൈറ്ററിൻ്റെ ഫിക്സിങ് സ്പ്രേ ആണ് കേട്ടോ ആളുടെ ഫേസിന് കൊടുത്തിട്ടുള്ളത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ സ്പ്രേ വന്നിട്ട്. അപ്പം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കേണ്ടതുമാണ് കേട്ടോ. പിന്നെ ഹെയറിൻ്റെ പ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ക്രിമ്പിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആളുടെ പ്രിഫറൻസിലാണ് ഹെയർ സ്റ്റൈലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ആൾ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് തന്നെ ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ ആൾക്ക് നമ്മൾ 2 ലുക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രീ വെഡ്ഡിങ് ഉണ്ടായിരുന്നു, വെഡ്ഡിങ്ങും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വെഡ്ഡിങ്ങിൻ്റെ ഒരു ലുക്ക് നമ്മളൊരു 2-3 ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കി. ആളെനിക്ക് റെഫറൻസ് കാണിച്ചെങ്കിലും എങ്ങനെ വേണം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലി നമ്മൾ ആൾ കാണിച്ച രീതിയിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു. ആളുടെ ഫേസിന് അത് ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ലൈൻസ് ഇട്ടിട്ട് ഇതുപോലെയായിരുന്നു നമ്മൾ ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുല്ലപ്പൂ വെച്ച് മാത്രമാണ് നമ്മൾ ഹെയർ ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ആളുടെ ഇഷ്ടത്തിന് തന്നെയായിരുന്നു. മുല്ലപ്പൂ മാത്രം മതി എന്നുള്ളൊരു ഓപ്ഷൻ. തമിഴ്നാടായതുകൊണ്ട് തന്നെ മുല്ലപ്പൂവിന് ഒട്ടും ക്ഷാമം ഉണ്ടായിരുന്നില്ല. നല്ല തിക്കായിട്ട് കെട്ടിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളായിരുന്നു കേട്ടോ. ഡോണറ്റ് വെച്ച് സെക്യൂർഡ് ആക്കി അതിന് ചുറ്റും നമ്മൾ ഫ്ലവർ വെച്ച് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ ഹെയറിൽ വരുന്ന ആക്സറീസൊക്കെ ഫിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷനൊക്കെ നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. സാധാരണ കേരളത്തിലാവുമ്പോൾ ഓർണമെൻറ്റ്സും കൂടെ നമ്മൾ ഇതുപോലെയുള്ള ആക്സറീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലോങ് ആയതുകൊണ്ടിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആൾ തന്നെ അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് നാച്ചുറൽ ആയിരുന്നു. ആളിപ്പോൾ ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ നമുക്ക് തന്നു. ഇതൊരു ഫങ്ഷനാണ് കേട്ടോ. അവരുടെ എന്തോ ഒരു ചടങ്ങാണ്. കയ്യിലിങ്ങനെ ഒരു നാണയം വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയായിരുന്നു ഒരു മഞ്ഞച്ചാരട്ടിൽ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ ചുട്ടി അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.